ഞാൻ വേണു പറമ്പത്ത് ഉജ്ജയിനി കൊയിലാണ്ടി യൂട്യൂബ് ചാനലിനുടമ. ഇടമുറിയാത്ത മഴയായിരുന്നു ഇതുവരെ. ഇപ്പോഴാണ് ഒരു തുള്ളി പ്രകാശം ഇങ്ങോട്ട് വന്നു ചേർന്നിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ പ്രകാശഗോപുരമായ MK സാനു സാറെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. സാനു മാസ്റ്റർ അദ്ദേഹം എറണാകുളവുമായി ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ആ ഭാഗമായി ബന്ധപ്പെട്ടാണല്ലോ. നമ്മുടെ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധം ഇല്ല അയാൾക്ക്. പക്ഷേ അദ്ദേഹം ഒരു പരിപാടിയിൽ എനിക്ക് 2 വർഷമായിരുന്നു കോഴിക്കോട് KP കേശവൻ ഹാളിൽ വന്നിരുന്നു. അങ്ങനെ ഞാൻ പ്രസംഗം കേൾക്കാൻ പോയിരുന്നു. എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഓർമ്മയില്ല, MB വീരേന്ദ്രകുമാർ അനുസ്മരണമാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ അന്ന് അയാൾ പ്രസംഗിച്ച ഒരു കാര്യം എൻ്റെ ഓർമ്മയിലെന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യലിസ്റ്റുകാരനായതുകൊണ്ട്, അതായത് ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജവഹർലാൽ നെഹ്റു നമ്മളെ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് സാറാണ് തൻ്റെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ജയപ്രകാശ് സാറാണ് മറുപടി പറയുന്നത് വെച്ചാൽ ഒരു 14 കാര്യമാണെന്ന് തോന്നുന്നു കൊടുത്തു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഉൾപ്പെട്ട ഒന്നായിരുന്നു ബാങ്ക് ബഹിഷ്കരണം. അത് പിന്നെ അദ്ദേഹം ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന് മകൾ ഇന്ദിരാഗാന്ധി കുറേ കാലം കഴിഞ്ഞ ശേഷം ചെയ്തു. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്വകാര്യ സ്വത്തിന് ഇതായിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഈ കാറൽ മാർക്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കാൻ കാറൽ മാർക്സ് ശ്രമിച്ചു. ഭരണഘടനാപരമായി ഇല്ലാതാക്കാൻ കാറൽ മാർക്സ് ശ്രമിച്ചു. എന്നാൽ അവബോധത്തിലൂടെ അത് ഇല്ലാതാക്കാനാണ് നമ്മൾ ഉപനിഷത്ത് ശ്രമിച്ചതെന്ന് പറഞ്ഞത്. അങ്ങനെ അതുമായിട്ടൊരു കണക്ഷൻ മാർക്സും നമ്മുടെ പൗരാണിക ആശയം ലോഹി കണ്ടെത്തിയിരുന്നു. ലോഹി പറഞ്ഞാണത്. അതുപോലെ തന്നെ ലോഹിയുടെ വേറൊരു ആശയം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇന്ത്യയിലെ വർഗ്ഗഘടനയെ മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാനമായ വർഗ്ഗഘടന ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥയെ നമ്മൾ പരിഗണിക്കാത്ത ഇന്ത്യയിൽ ഈ വർഗ്ഗപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. അങ്ങനെ അപ്പോൾ അപ്പം അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പുതുതായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ജയപ്രകാശ് സാറിൻ്റെ ഈ 14 ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഞാനത് പഠിക്കണമെങ്കിൽ നമ്മുടെ ജയപ്രകാശ് സാറിനെ പറ്റി വല്ല ആത്മകഥയോ എന്തെങ്കിലും ജീവിതകഥകാരെ എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല. അത് നോക്കിയാൽ കുറച്ച് മനസ്സിലാക്കുമായിരിക്കും. ഏതായിരുന്നാലും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം വേറൊരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ കുറേ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം കുറേ ആൾക്കാർ ഇദ്ദേഹത്തെ പറ്റി എഴുതിയിരുന്നല്ലോ. അതിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ ശിഷ്യന്മാരോട് കാണിച്ച അമിതമായ വാത്സല്യവും കരുണയും മിക്കവാറും എല്ലാവരും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാത്സല്യം കരുണയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഒരു അധ്യാപകൻ, കോഴിക്കോടുള്ള ഒരു അധ്യാപകനായിരുന്നു, അതായത് R രാമേന്ദ്രൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ 2 കൊല്ലം ഇരിക്കാൻ പറ്റിയ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ, അദ്ദേഹം 3 MA നേടിയതാണ്. സംസ്കൃതത്തിൽ MA ഉണ്ട്, ഇംഗ്ലീഷിൽ MA ഉണ്ട്, മലയാളത്തിൽ MA ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നാം എത്തിക്കഴിഞ്ഞാൽ യൂറോപ്യൻ സാഹിത്യത്തിലേക്കും സംസ്കൃത സാഹിത്യത്തിലേക്കും മലയാള സാഹിത്യത്തിലേക്കും എല്ലാറ്റിലേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ മാറി മാറി സഞ്ചരിക്കും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് എന്നും സാഹിത്യം എന്താണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പോവുക. ആ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചില കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സാനുമാഷ കാര്യം ആലോചിച്ച സമയത്ത് അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടെന്നുള്ള ഉറപ്പ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ സാനുമാഷ ക്ലാസ്സിലും പല വിധത്തിലുള്ള ക്ലാസ് ഇല്ലാത്ത ആൾക്കാർ വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വലിയൊരു സംഭവമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹത്തിൽ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് കാണിക്കുന്ന ആന്തരിക വാത്സല്യമാണ്. അപ്പോൾ അത് ഞാൻ ഇവരുണ്ടല്ലോ എഴുത്തുകാരി ഗ്രേസി ഇദ്ദേഹത്തെ പറ്റി എഴുതിയിരുന്നു. അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇവർ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് 5-10 വർഷം കഴിഞ്ഞ ശേഷം ഒരു വലിയൊരു മീറ്റ് മൂലയ്ക്ക് ഇരിക്കുകയാണ് ഗ്രേസി. അപ്പോഴാണ് ഇയാളൊന്ന് സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രേസി ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഐഡൻറ്റിഫൈ ചെയ്ത് മാത്രമല്ല പറഞ്ഞു, അതായത് നിങ്ങൾക്ക് എന്താ ഒരു ക്ഷീണം പോലെ, ആരോഗ്യപരമായിട്ട് കുറച്ച് മോശാവസ്ഥയാണല്ലോ. അത്തരത്തിൽ ഐഡൻറ്റിഫൈ മാത്രമല്ല, പേര് വിളിച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. പേര് വിളിക്കുക മാത്രമല്ല, ഐഡൻറ്റിഫൈ മാത്രമല്ല, ആരോഗ്യസ്ഥിതിയെ പറ്റി പറയാൻ കൂടി കെൽപ്പുള്ള മാഷായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള മാഷ സ്വാഭാവികമായിട്ട് ശിഷ്യന്മാർ ഉയർത്തുള്ള സംശയമില്ലല്ലോ. പിന്നെ ഇതേ സംബന്ധമായിട്ട് തന്നെ വേറെ കാര്യം വെച്ചാൽ, ഇദ്ദേഹം കുറേ ജീവചരിത്രങ്ങളല്ല വ്യക്തികളെ പറ്റി ലോകത്തിലുണ്ടായിട്ടുള്ള പലവിധ ഉന്നതരായ വ്യക്തികളുണ്ടല്ലോ, അവരെ പറ്റിയൊക്കെ ഇദ്ദേഹം കുറേ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലും ഭാവത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഈ വ്യത്യസ്ത വ്യക്തികൾ. അപ്പോൾ ഇവരിലൊക്കെ ജീവിതത്തിലെ പ്രത്യേകതകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം തൻ്റെ ക്ലാസ്സിൽ തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഈ വ്യക്തികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായൊരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ കൂടി ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ടാകും. ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ അശോകൻ ചെരുവിൽ എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഇദ്ദേഹത്തെ പറ്റിയിട്ട് പറഞ്ഞു.
ഇദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം സാമൂഹ്യ പ്രവർത്തനമാണല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ നാരായണ ഗുരുവിനെ പറ്റിയിട്ട് ഞാൻ കുറേയൊക്കെ എനിക്ക് അറിയാമായിരുന്നു, മനസ്സിലാവുമായിരുന്നു. ഞങ്ങൾക്ക് നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആ നാട്ടിലൊക്കെ പുറത്തൊക്കെ അദ്ദേഹം ഭാഗമൊക്കെ ആയിരുന്നു. പക്ഷേ നാരായണ ഗുരുവിനെ പറ്റിയിട്ട് ഈ ഇദ്ദേഹം ഒരു ലേഖനം പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ശരിക്കും നാരായണഗുരുവിനെ പറ്റി മറ്റ് സ്വഭാവങ്ങളുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയുടെ വ്യത്യാസവും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി, ശോഭൻ ചെരുപ്പ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ബി രാജീവൻ ഇദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ പുരോഗമന കലാസാഹിത്യത്തിൻ്റെ ആളൊക്കെയാണല്ലോ ഇയാളങ്ങനെ പുരോഗമന കലാസാഹിത്യ ആളാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയുന്നത് അപ്പടി മൈൻഡ് ചെയ്തിരിക്കുമോ, ഒക്കെ മൈൻഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് അവർ പുരോഗമന സാഹിത്യക്കാർ എന്താ പറഞ്ഞു അത് കുറച്ച് ഞാൻ പറയും എന്ന രീതിയിലുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതിൽ ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അയ്യപ്പണിക്കരെ പറ്റിയിട്ട് അയ്യപ്പണിക്കർ ഈ പുരോഗമന കലാസാഹിത്യത്തിനക്കാർക്ക് അത്രത്തോളം ഒരു ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നില്ല. തായാട്ട് ശങ്കരനെ പോലുള്ള ആൾക്കാർക്ക് അദ്ദേഹത്തിനെതിരേറ്റ് അദ്ദേഹത്തിൻ്റെ കവിതകളെ പറ്റി വിമർശനം ഉന്നയിച്ചു. എന്നാൽ അദ്ദേഹം അങ്ങനെയായിരുന്നില്ല. തായാട്ട് ശങ്കരൻ്റെ കവിതകളെപ്പറ്റി മനസ്സിലാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. മാത്രമല്ല തായാട്ട് ശങ്കരൻ മാത്രമല്ല എം ഗോവിന്ദൻ അതുപോലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ ശ്രമിച്ച വ്യക്തിയാണ്. ഞാൻ ഈ കാര്യം എം ഗോവിന്ദൻ്റെ തായാട്ട് ശങ്കരൻ്റെ ഈ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, അതായത് MGS സാറിനെ ഇവിടെ ചെയ്തപ്പോൾ MGS സാറിന് തന്നെ ഡിസ്ലൈറ്റൊക്കെ ഉള്ള അടുപ്പമുണ്ടായിരുന്നു, ഞാൻ പരാമർശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിപ്പം വേറൊരു കാര്യം പറഞ്ഞു. അടുത്ത കാലത്ത് ഉണ്ടായിട്ട് മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം പ്രസ്താവന നമ്മളെ ഈ ഇയാളുടെ സച്ചിദാനന്ദൻ ഒരു പ്രസ്താവന ഇറക്കിയത് ഇപ്പോൾ അടുത്ത്. അതായത് എന്താ, ഞാൻ കുറേ കാലമായി പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ്. പല സെമിനാറിലും നാട്ടുകാരിലും സാമൂഹ്യ പ്രവർത്തനം പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്താ കാര്യം ഉണ്ടായത്? അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ കുറേയൊക്കെ ശരി തന്നെയാണ്. വാർത്തയും കേട്ടും ചെവി കൂടെ കേട്ട് മറിയ ചെവി ഇവിടെ അല്ലാതെ ഒരു പ്രയോഗരംഗത്തേക്കൊന്നും നമ്മൾ ആദ്യം ആരും കൊണ്ടുവന്ന് വിടുന്നില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഞാൻ വേറെ കാര്യമാണ് ആലോചിച്ചത്. നമ്മളെ MN കാരശ്ശേരി മാതൃഭൂമി വീക്കിലിലും മലയാള ഭാഷയുടെ ഒരു അഭിജയത്തെ മലയാള ഭാഷയുടെ ദുസ്ഥിതിയെ പറ്റിയിട്ടും ഒരു ലേഖനം എഴുതിയിരുന്നല്ലോ. അതിന് അനുകൂലമായി അനുബന്ധമായി കുറേയധികം ലേഖനങ്ങൾ അതിൽ വന്നിരുന്നു. അതിൽ വന്ന ഒരു ലേഖനം സജയ് എന്ന് പറഞ്ഞ ആൾ ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നല്ല അധ്യാപകന്മാർക്ക് നഷ്ടപ്പെട്ടു പോയി നമുക്ക് മലയാള ഭാഷയിൽ. അതുകൊണ്ടാണ് മലയാള ഭാഷയുടെ അപജയത്തിന് അതൊരു വലിയ കാരണം അദ്ദേഹം പറയേണ്ടത്. ഇയാളിത് പറഞ്ഞ സമയത്ത് എനിക്കത് ബോധ്യപ്പെട്ടു. ഞാൻ ആറാമേന്ദ്രൻ്റെ മാഷ ക്ലാസ്സിലിരുന്ന വ്യക്തിയും കോഴിക്കോട് കൊയിലാണ്ടിയിൽ അപ്പുക്കുട്ടി മാഷ മലയാള ക്ലാസ്സിൽ ഇരുന്ന വ്യക്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ അതൊരു സത്യമാണെന്നുള്ള എനിക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാനെന്ത് വെച്ചാൽ ഇവരെ ഈ മലയാള ഭാഷമാർക്ക് നമുക്കൊന്ന് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സ്കൂളിലൊക്കെ തന്നെ അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ ഞാനൊരു ഐഡിയ. അതായത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എരി എന്ന നോവൽ, അതായത് പ്രദീപൻ പാമ്പിക്കുന്നുണ്ട്, അതിൽ നോവൽ വായിച്ചിട്ടുണ്ട്. അതിൽ ഈ മുളംപായ നെയ്ത്ത് മുളംകട്ടൻ നെയ്ത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു മുളംകട്ടൻ നെയ്യാം. ഞാൻ എൻ്റെ വലിയൊരു മുളംകട്ടൻ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. മുളംകട്ടൻ ചെയ്തിട്ട് അതിൽ നല്ല കവിത ആവിഷ്കരിക്കുക, ചെങ്ങമ്പുഴൻ്റെ അല്ലെ കുമാരനാശൻ്റെയും ഒക്കെ ആവിഷ്കരിച്ചിട്ട് ഈ കോളേജുകളിൽ ഈ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന ആളെ സ്മരണയ്ക്ക് ഇപ്പം ആദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇയാളെ മഹാരാജ് കോളേജ് ആണെങ്കിൽ മറ്റേ നമ്മളെ MN സാനുമാഷ സാനുമാഷയുടെ സ്മരണയ്ക്ക് എന്ന് പറഞ്ഞിട്ട് തൂക്കിയിടുക. അങ്ങനെ എല്ലാ കോളേജുകളിലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാള അധ്യാപകന്മാരുടെ പേര് വെച്ചിട്ട് തൂക്കിയിടുക. പിന്നെ അതല്ലാതെ മലയാള അധ്യാപകന്മാർ അല്ലാതെയും നമുക്ക് ഇത്തരം ഷീറ്റ് ഇത്തരം കട്ടൻ വീടുകളൊക്കെ പ്ലാസ്റ്റിക് കട്ടനാണ്. അതിന് പോരായിട്ട് ഈ കട്ടൻ തൂക്കാം, അതിന് വേണമെങ്കിൽ കളർ വേണമെങ്കിൽ ചിത്രമില്ലാത്ത തൂക്കാം ഒക്കെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇപ്പം ഞാൻ അന്ന് ഇട്ടതെന്ന് വിചാരിച്ചാണ്. പക്ഷേ അന്ന് പെട്ടെന്ന് എന്താ വെച്ചാൽ സജീവക്കാർ അനുഭവമായിട്ടുണ്ടായിരുന്നു, ആദ്യം അനുകൂലമായിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ അറിയില്ല. അപ്പോൾ അത് നമുക്ക് ആ ഒരു സംഭവം ഇപ്പോൾ ഇയാളെ ആദ്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ് ഇയാളുണ്ടല്ലോ സാനുമാഷ കോളേജ് ചെയ്യണം. അതിന് മലയാളത്തോട് താല്പര്യമുള്ള എല്ലാ ആൾക്കാരും കേരളത്തിലുള്ള സാഹിത്യകാരന്മാരും എല്ലാ സാനുമാഷോട് വ്യക്തിപരമായി താല്പര്യമുള്ള എല്ലാ ആൾക്കാരും ഇതുവരെ സഹകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല ഈ മലയാള ഭാഷയോട് താല്പര്യമുള്ള ചിത്രകാരന്മാരുണ്ടല്ലോ, ആര് വരികയും ചെയ്തിട്ട് ഈ ചിത്രം വരച്ച് അത് പെർഫെക്റ്റാക്കി ഒറ്റമോട്ടം തന്നെ അത് ആകർഷണീയമാക്കി മാറ്റുകയും വേണം. അത്തരമൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെക്കണമെന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം. അതിന് നാട്ടുകാർ മലയാളികളായ എല്ലാ ആൾക്കാരും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.